സാധാരണഗതിയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമുക്കറിയാം, അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് ബാങ്ക് വായ്പ ലഭിക്കാഞ്ഞ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു, വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ വായ്പ കൊടുക്കാഞ്ഞതോ നിഷേധിച്ചതോ ഒന്നുമല്ല ഈ മരണത്തിന്റെ പിന്നിൽ ഉള്ളത്. പക്ഷേ അത് ഈ വിവരം അവരറിയുന്നത് അഡ്മിഷൻ കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏറ്റവും അവസാന നിമിഷമാണ്. അതായത് ആ അധ്യയന വർഷമോ അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ബാങ്കുകൾ ഇത് വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും പലരും ആത്മഹത്യയിലേക്ക് തിരിയുന്നത്. ഇതിനെല്ലാത്തിനും പരിഹാരം കൊണ്ടുവന്നിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഫിനാൻസും അതുപോലെ തന്നെ HRD മിനിസ്ട്രിയും, എഡ്യൂക്കേഷനിൽ വരുന്ന HRD മിനിസ്ട്രിയും അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ഒക്കെ ചേർന്നുകൊണ്ട് വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞ് ഓൺലൈനിലൂടെ നമുക്ക് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, വിദ്യാഭ്യാസ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ മെത്തേഡ് വന്നിട്ട് കുറെ കാലമായി, വർഷങ്ങളായി. ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വിദ്യാലക്ഷ്മി എന്ന് പറയുന്നത്, വിദ്യാലക്ഷ്മിയിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 3 ഘട്ടങ്ങളാണ് ഉള്ളതിന്റെ. ആദ്യം എന്ന് പറയുന്നത്, ഈ വിദ്യാലക്ഷ്മിയുടെ ഓൺലൈൻ പോർട്ടൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രെഡൻഷ്യൽ വെച്ചിട്ട് നമ്മുടെ ഇമെയിൽ ID മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്തുകൊണ്ട് അതിലേക്ക് ഒരു OTP വന്ന് ആ OTP കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തൊരു യൂസർ ID പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ യൂസർ ID പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ മെത്തഡോളജി എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ ID ഇതിന്റെ കൺഫർമേഷൻ വരുന്നതാണ്. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് കയറിയതിനു ശേഷം നമുക്ക് ബാങ്കുകളുടെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് ലഭിക്കും. 139ഓളം സ്കീമുകളിലായി 39ഓളം ബാങ്കുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 39ഓളം ബാങ്കുകളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ടൈപ്പിലുള്ള ലോണുകളാണ് നമുക്ക് ലഭിക്കുന്നത്, നമ്മുടെ നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെ നമ്മൾ എന്തൊക്കെ വിദ്യാഭ്യാസമാണ് നമ്മൾ ചെയ്തത്, ഇതിന്റെ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടാണോ നമ്മൾ പോകുന്നത്, ആ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്, ഫീസ് ഇനത്തിൽ എത്രയാണ് വരുന്നത്, ആ ഫീസിൽ എത്ര എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എത്രയാണ് ഞാൻ ലോണിന് വേണ്ടിയിട്ട് നോക്കുന്നത്, ഈ വക ഡീറ്റെയിൽസുകളെല്ലാം തന്നെ. അതിനോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ക്രെഡൻഷ്യൽസ് ആയ ആധാർ കാർഡ്, പാൻ കാർഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യുവാനും നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുമുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇനി മൂന്നാമത് നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏത് ബാങ്കാണോ നമ്മളുടെ പരിസരത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ബാങ്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഓൾറെഡി ഇടപാടുകളുള്ള അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇടപാടുകളുള്ള ബാങ്കുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 ബാങ്കുകളിലേക്ക് ഒരേ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു ഒരേ സമയം തന്നെ 3 ബാങ്കുകളിലേക്ക് ഈ സെയിം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോൺ കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ ലോൺ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തീർച്ചയും നമുക്ക് ലഭിച്ചിരുന്നില്ല. പലപ്പോഴും ബാങ്ക് മാനേജർമാർ ഇതിന്റെ റിസ്ക് എടുക്കാത്തതെന്ന് പറയുന്നത്, ഈ റീപേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായതുകൊണ്ടാണ്. പലപ്പോഴും ബാങ്ക് മാനേജേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യവും ഇത് തന്നെയാണ്. റീപേയ്മെന്റിനെ പറ്റിയുള്ള ബോധറേഷൻ കൊണ്ടാണ് പലരും ഇത് തിരിച്ചടയ്ക്കാറില്ല. അതുകൊണ്ട് അതിന്റെ ബോധറേഷൻ, ഇതിന്റെ പ്രഷർ ഞങ്ങളുടെ മേളിൽ വരും എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ബാങ്ക് മാനേജർമാർ പറയാതിരിക്കുന്നതും ലാസ്റ്റ് മൊമെന്റ് ഇത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ബാങ്ക്, ആ ബാങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ പരിസരത്തുള്ള ബാങ്കുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന്റെ റീജിയണൽ ഓഫീസുകൾ, സോണൽ ഓഫീസുകൾ തുടങ്ങിയ മുതലായ ഓഫീസുകൾ ഇതിന്റെ പർട്ടിക്കുലർ ചാർജുള്ള ആളുകളിലേക്ക് ഇത് എത്തുകയും റെസ്പോൺസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യസമയത്തിന് തന്നെ റെസ്പോൺസ് കൊടുക്കേണ്ടത്, ലഭിക്കുമോ ലഭിക്കില്ലയോ, എത്ര ലഭിക്കും എന്നുള്ള കാര്യത്തിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആളുകൾക്ക് പാസ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും പല ആളുകളും പേഴ്സണലായിട്ട് ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ പലർക്കും നിഷേധിക്കപ്പെടുന്നുണ്ടും, ഈ നിഷേധിക്കുന്ന, അതായത് ഏറ്റവും ഇന്റീരിയറിൽ കൂടി ഉള്ള ആളുകൾക്കും ഇത് നിഷേധിക്കപ്പെടരുത് എന്നുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള താൽക്കാലികമായിട്ട് സാമ്പത്തികമായിട്ടുള്ള അവരുടെ നിലവാരം കൊണ്ട് പോലും ബാങ്കിന്റെ വായ്പ നിഷേധിക്കപ്പെടരുത് എന്നുള്ള ഒരു കാര്യം കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ മുഖേന, ഈ പറയുന്ന വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന പോർട്ടൽ മുഖേനയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയുണ്ട്, എത്ര നമുക്ക് കിട്ടും എന്നുള്ള കാര്യമെല്ലാം ആദ്യം തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ ബാങ്ക് ഇത്ര സമയത്തിനുള്ളിൽ തന്നെ, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ അവരതിന്റെ പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യണം, മെയിലായിട്ട് നമ്മുടെ മെയിൽ ID അയക്കണം എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് അവസാന നിമിഷത്തെ ഒരു സർപ്രൈസിന്റെ യാതൊരു കാര്യവും വരുന്നില്ല. ഇനി അടുത്ത ഒരു പാർട്ട് എന്ന് പറയുന്നത്, നമുക്ക് എത്ര ലക്ഷം രൂപ വരെ ഇതിനകത്ത് കിട്ടും. നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഡിഗ്രി,
BSCയോ BAയോ ഏത് ഡിഗ്രിയാണോ, ഇനി IITയിലാണോ IIMലാണോ എവിടെ കോഴ്സിന് ചേരണമെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഈ ലോണിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏത് കോഴ്സിന് വേണമെങ്കിലും ലോൺ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് 10 ലക്ഷം വരെ ഇന്റേണലി, അതായത് നമുക്ക് ഡൊമസ്റ്റിക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നമുക്ക് വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ വരെയും, പുറത്ത് നമുക്ക് വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് up to 20 lakhs വരെയും ഉള്ള ലോണുകൾ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഈ ലോണുകളുടെ എലിജിബിലിറ്റിയും കൂടെ അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിന്റെ ഇൻട്രസ്റ്റ് ആവറേജ് വരുന്നത് 10, 10.5, 11 എന്നുള്ള രീതിയിലാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇതിന്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, ജോലി കിട്ടിയതിന് ശേഷം, കോഴ്സ് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമോ നമുക്ക് റീപേയ്മെന്റിന്റെ ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ തരുന്ന സ്കോളർഷിപ്പുകൾ, പല സ്കോളർഷിപ്പുകളും കൂടി ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്കോളർഷിപ്പ് ഉൾപ്പെടെ, സ്കോളർഷിപ്പിനും അതുപോലെ തന്നെ ഈ ലോണിനും വേണ്ടിയിട്ട് നമുക്ക് ഒരേ രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സൈറ്റ് ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 4.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 4 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഇൻട്രസ്റ്റ് സബ്സിഡിയായി നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് ഈ 4 ലക്ഷം രൂപ വരെയുള്ള വായ്പ കൃത്യമായിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാലാവധി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് എത്രയാണോ നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചത്, അതായത് യാതൊരു ഈടുമില്ലാതെ, ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് ഈ 4 ലക്ഷം രൂപ വരെയുള്ള ലോൺ നമുക്ക് ലഭിക്കുന്നത്. ഇതിലേക്ക് എത്രയാണോ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ചിട്ടുള്ളത്, ആ ഇൻട്രസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ്. ഇനി 4 ലക്ഷത്തിന് മുകളിൽ ഉള്ള ലോണുകൾക്ക്, 7 ലക്ഷം 8 ലക്ഷം അങ്ങനെയൊക്കെയുള്ള എടുക്കുന്ന ലോണുകൾക്ക് നമ്മൾ ഗ്യാരണ്ടിയും ആവശ്യപ്പെടാറുണ്ട്, ബാങ്കുകൾ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ. ഒന്ന്, നമുക്ക് നമ്മുടെ സൗകര്യപ്രദമായ രീതിയിലുള്ള ബാങ്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നു. 2, നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾക്ക് പഠിക്കാൻ അതിന് എലിജിബിൾ ആണോ, അതിന് ലോൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നു. 3 എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ബാങ്കിൽ നിന്ന്, നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള അല്ലെങ്കിൽ നമ്മൾ വിനിമയം നടത്തിക്കൊണ്ട ബാങ്കിൽ നിന്നാണെങ്കിലും നമുക്ക് ലഭിക്കുന്നതാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതിൽ സബ്സിഡി ആയിട്ട് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ആ സബ്സിഡി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന സൈറ്റിലൂടെ നമുക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പല രക്ഷാകർത്താക്കളുടെയും പല വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് പലർക്കും ഉണ്ടായിരുന്നു. പലർക്കും അത് അപ്രാപ്യമായിരുന്നു. പലപ്പോഴും ബാങ്കുകളിൽ കയറി ഇറങ്ങി നിരങ്ങി നമുക്ക് അവസാന നിമിഷം വരെ ഇതിനകത്തൊരു അൺസർട്ടനിറ്റി, പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. ആ കാര്യം ഇനി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന ഈ എഡ്യൂക്കേഷണൽ ലോൺ പോർട്ടലിൽ നിങ്ങൾ ഇന്ന് തന്നെ കയറുക, നിങ്ങളുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടി പ്ലാൻ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.